പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. കൂത്താടി വലിയ സ്കാമറാണ് ഗൈസ്. എൻ്റെ വാടി പാവച്ച് പറന്നുകൊണ്ട് കിടന്ന സെലസ്റ്റിൽ പെഗാസസ്. ഇന്നലെ വരെ ഞാൻ എൻ്റെ പെറ്റെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന സാധനം ഇപ്പം അതവിടെ ഇല്ല. എൻ്റെ പൂച്ച ഉണ്ട്. അയ്യോ, എൻ്റെ പൂച്ചേനെ തിരിച്ച് കിട്ടിയല്ല. പിന്നെ കൂത്താടി ഞാൻ ഇന്ന് സ്റ്റീൽ ചെയ്തല്ല ഒരു സാധനം. ആ ഒരു 112 മില്യൻ്റെ ആ 6-7 സ്കാം ചെയ്തുകൊണ്ട് പോയി. അത് എൻ്റെ സ്വന്തം പ്രൈവറ്റ് സെർവറായിട്ട് അവൻ എന്തൊരു ഹാക്ക് എന്തൊരു ചെയ്തിട്ടുണ്ട്. ഞാൻ അവനെ ബ്ലോക്ക് ആക്കിയിട്ടൊന്നും അവൻ ഇറങ്ങി പോണില്ല. എൻ്റെ സ്വന്തം പ്രൈവറ്റ് സെർവറിൽ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടൊന്നും അവൻ ഇറങ്ങി പോണില്ല. അവൻ അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇറങ്ങി പോണില്ല. എനിക്ക് അവൻ അതൊക്കെ എന്തിരിക്കുന്നു ഞാൻ കണ്ടിട്ടും പോലും ഇല്ല. എൻ്റെ ബേസിക്കിനെ എങ്ങനെയൊക്കെയോ പാടുപെട്ട് ലോക്കാക്കി. അപ്പോൾ അവൻ എന്തൊരു ഒരു ഫ്ലാഷിൻ്റെ സാധനം എടുത്ത് എന്തൊരു ഒരു മിന്നലുണ്ടല്ല അതിൻ്റെ എന്തൊരു ചിഹ്നത്തിൻ്റെ സാധനം എടുത്ത് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഒന്ന് കയറി ഇവിടെ വന്ന് അവൻ ഇവിടെ ഉണ്ടായ 6-7 എടുത്ത് എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ബേസ് എത്ര 10-20 സെക്കൻഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ. അവ ഇവിടെ വന്ന് ഒളിച്ചിന്ന് ഞാൻ കണ്ടുമില്ല. ഒരു സെക്കൻഡ് എന്തെങ്കിലും ആയപ്പോൾ അവ ഓടി ഇതിരെ കൂടി പോയി. അപ്പോൾ ഞാൻ എന്തിനെന്ന് അറിയാമോ, ഞാൻ മറ്റേ മഡൂസ ഹെഡ് അങ്ങനെയാണെന്ന് തോന്നണം അതിൻ്റെ പേര്. നൂബ് മാസ്റ്റർ വൈറ്റി. എവിടെ പോണടാ? ഷിൻ്റെ മൂലയാ ആദ്യം പേടിച്ചേട്ടാ. സെലസ്റ്റിൽ പെഗാസസ് ഒന്ന്. ഇവന് ചാട്ടം കൊള്ളാല്ലേ. ഇവൻ്റെ നടത്തവും കൊള്ളാം. എടാ ഇവൻ്റെ നടത്തവും ചാട്ടവും മൊത്തവും കൊള്ളാടാ. എനിക്ക് ഇഷ്ടപ്പെട്ടാടാ. എനിക്ക് അങ്ങനത്തെ വാങ്ങണം. ഇപ്പം എൻ്റെ റോബക്സ് എത്ര? മറന്നുപോയില്ല. ഒന്ന് നോക്കിട്ട്. ഓക്കെ 80. എനിക്ക് അങ്ങനത്തെ ഒരു ചാടും പോൾക്ക് അങ്ങനെയാണ് സാധനം വാങ്ങിക്കുക. യു മസ്റ്റർ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ. ന്യൂ മാസ്റ്റർ ഇത് എങ്ങോട്ട് കയറി പോണ? ഇത് സ്പഗേറ്റി കണ്ട്. എൻ്റെ അമ്മ പ്രശ്നമാവോ? ഇല്ല 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 ഇല്ലാന്ന് തോന്നുന്നു. നാളിലോട്ട് കയറുന്നുണ്ട്. നമ്മളെ ബേസിക്ക് ക്ലൗണ്ട് കയറിയുടെ അകത്തോട്ട് പേടിയാവണുണ്ട്. ക്ലൗണ്ട് കയറി. ചീനഫുൽ ഗോറ അവിടെ വെച്ചോ. ചീനഫുൽ ഗോറ അവിടെ വെച്ചോ. സീനഫുൽ ഗോറ അവിടെ വെച്ചോ. എല്ലാം നോക്കിക്കോ. ഈ പഠിച്ചു പോയി. ചീനഫുൽ ഗോറ അവിടെ വെക്കാൻ പറഞ്ഞാൽ അവൻ വെക്കൂല. അവന് മടി. ചീനഫുൽ ഗോറ വെച്ചോ. ഒന്നാതെ എൻ്റെ സെലസ്റ്റിൽ പെഗാസസ് ഒക്കെ പോയ സങ്കടത്തിൽ ഈ കിണപ്പ് ചീനഫുൽ ഗോറയും കൂടി എടുത്തോണ്ട് പോടാ. കൂത്താടി നിങ്ങൾ ആരും ഫ്രണ്ടാക്കില്ലേ കേട്ടാ. കൂത്താടി എന്ന് വെച്ചാൽ ഹാക്കും സ്കാമറും ഒരുമിച്ചുള്ളതാണ്. കൂത്താടി എന്തായാലും കുറേ ആൾക്കാർ സ്കാം ചെയ്താണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബലൂൺ. എടാ ഈ ബലൂൺ വെച്ച് എനിക്ക് നേരെ ഒന്നും പറക്കാൻ പറ്റില്ല കേട്ടോ. വെറുതെ ഈ ബലൂൺ. 7-ാം സ്ഥാനത്ത് നിന്ന ഞാൻ 7 അല്ല 6 തോന്നുന്നു. 6-ാം സ്ഥാനത്ത് നിന്ന് ഞാൻ ഇപ്പോൾ ദാണ്ടേ ഗെയിംസ് 8-ാം സ്ഥാനത്തായി. ഇപ്പോഴേ ഞാൻ കൂത്താടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ എൻ്റെ കൈ വല്ല കിട്ടിയ അവൻ്റെ ചാനലൊന്ന് കണ്ടുപിടിക്കാം. കൂത്താടി ചാനലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് ഉണ്ട്. ചാനലൊക്കെ കിട്ടിയ ഞാൻ പറയും സ്കാമറായിരുന്നു. ഞാൻ കൂത്താടി വല്ലാത്തൊരു സ്കാമറായിപ്പോയേട്ടാ. റോക്കറ്റൊന്നും ഇറങ്ങി പോണില്ല. അപ്പം എന്തൊരു വലിയൊരു ഹാക്കറാണ് ഹാക്കർ. എൻ്റെ അമ്മച്ചി ഈ സമയം ഇപ്പോഴാണ് കാണുന്ന. ഇവര് തലയിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നില്ലേ. ഞാൻ വിചാരിച്ചു ഇവർ തലയെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് 2 കൊമ്പും വെച്ചോണ്ട്. ആ 2 കൊമ്പും വെച്ചോണ്ടിരിക്കുന്ന സാധനം
അത് ആ സാധനം ആയിരുന്നു. എന്ത് സാധനം? പാമ്പ്. അത് തന്നെ. ഓ, മെഡൂസ ഹെഡ് പേടിപ്പിക്കുന്ന ഹെഡ് തന്നെ കേട്ടാ. മെഡൂസ ഹെഡ്. അപ്പോൾ എൻ്റെ അറിയിപ്പാണ് ഗൈസ്, കേൾക്കണേ. എനിക്ക് മണ്ടയിലോട്ട് പോകണമല്ലോ. മണ്ടയിലോട്ട് പോകാൻ എന്ത് യൂസ് ചെയ്യും? നമുക്ക് എന്ത് യൂസ് ചെയ്യണം മണ്ടയിലോട്ട് പോകാൻ? നമുക്ക് മണ്ടയിലോട്ട് പോകാൻ ഉപയോഗിക്കേണ്ടത് സ്പ്രിംഗ് കോയിലാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഈ സാധനം എടുത്ത് കറക്റ്റ് ഇവിടെ വെക്കണം. റൈറ്റ്? യെസ്, റൈറ്റ് റിക്വസ്റ്റ്. സ്പഗേറ്റി? അതെന്താ വല്ലേ? കൺഫേം റൈഡാ? റിയൽ ആണോ? ഡീലാ? എനിക്ക് തോന്നുന്നില്ല. ട്രൈഡ്. ഇവയെല്ലാം പറയാനുണ്ടല്ലോ എൻ്റെ അടുത്ത്. എൻ്റെ മറ്റേത് എവിടെ ആ സാധനം? നമുക്ക് സ്പഗേറ്റിനെ വാങ്ങിയാൽ ക്യാൻസൽ ചെയ്തേ. എവിടെ സാധനം? സ്പ്രിംഗ് കോയിൽ. നാളെ കയറിയെന്ന് അറിയിപ്പ് നടത്താം. എന്താ അറിയിപ്പ് നടത്തുന്നതിന് മുമ്പേ ഞാൻ ഇവന് വല്ല കൊടുക്കട്ടെ സ്പഗേറ്റിക്ക് വേണ്ടി. ഇതും തരാം. പിന്നെ നിനക്ക് ഇതും തരാം. സ്പഗേറ്റി ടൊലറ്റ് തരോ? കൺഫേം റൈഡ്. ഇത് നല്ല ട്രേഡാണ്. നല്ലൊരു ട്രേഡാണ്. 65 മില്യൺ ഡീറ്റ് ട്രേഡാ. 65 മില്യൻ്റെതാണ്. ഒന്ന് നോക്കിക്കോ. ഓക്കെ, ഡീൽ. കൺഫേം റൈഡ്. ഞാൻ കൺഫേം ചെയ്യാൻ പോണ. എന്തായാലും സ്പഗേറ്റിക്കൊക്കെ ഇത്ര സാധനത്തിന് വാല്യൂ ഉണ്ട് സ്പഗേറ്റിക്ക്. പക്ഷേ ലോസ് ബുണീറ്റോ. ഓക്കെ, ട്രേഡ് കൺഫേം ആയി. ഓക്കെ, 2 സ്പഗേറ്റി കിട്ടി. നൈസ്. 2 സ്പഗേറ്റീസ്. എവിടെ സ്പഗേറ്റി എവിടെയാടാ? സ്പഗേറ്റി. അതാണ്ട് കിടക്കണേ. ഞാൻ പെട്ടെന്ന് പേടിച്ചു. സ്പഗേറ്റി ഹാക്കറാണോ എന്ന് തോന്നുന്നു. ദാണ്ട ഗൈസ് എൻ്റെ സ്പഗേറ്റി ടോയ്ലറ്റ്. എനിക്കിപ്പോൾ 2 എണ്ണമായി സ്പഗേറ്റി. കണ്ട, ഒരു സ്കിബിഡി ആയിരുന്നെങ്കിൽ 2 എണ്ണം. ഈ തല ചെറിഞ്ഞോണ്ടിരിക്കാണ്ട് തല ഉണ്ടിങ്ങനെ അട്ടിയിട്ട് അകത്തോട്ട് പോയിട്ടാ. അപ്പം നീ സ്കിബിഡി ആവും. ഈ സ്കിബിഡി ഒന്ന് ഇൻഡെക്സ് ചെയ്യാൻ കിട്ടിയിരുന്ന, സ്കിബിഡി ബേസിങ് ചെക്ക് ചെയ്യാൻ കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ഇന്നലെ ഹാക്കറും ഇതും ഹാക്കറും സ്കാമർ വന്നിട്ട് പെട്ടെന്നായിരുന്നു എൻ്റെ സെലസ്റ്റിയൽ പെഗാസ്. അതെനിക്ക് കിട്ടിയിട്ട് എത്ര ദിവസമായി? 4 ദിവസം എന്തിനാ ആയോളൂ എന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും അതൊക്കെ പോകാന്ന് വെച്ചാൽ ഒരു സങ്കടമാണ്. നമ്മൾ നേരെ പോയിട്ട് ഫസ്റ്റ് അറിയിപ്പ് പറയട്ടെ ഗൈസ്. എത്ര സമയം ഒരു അറിയിപ്പ്? സാധനം എവിടെ? പൈസ പോയി. എൻ്റെ ഇത്ര സാധനം വാങ്ങിയ സാധനം മൊത്തം ഉണ്ട്. ഇതെടുത്ത് ഇവിടെ വെക്കാം. താഴോട്ടേക്ക് പോവാ. അതിന് കുറച്ച് മടിയുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ജെംകോയിൽ എടുക്കാം. അശ്യാടാ, ജെംകോയിലെടുത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചാടിയാൽ തന്നെ മതി. എന്നാലും നമ്മളെങ്ങനെ ചാടും? ഞാൻ ഇങ്ങനെ ചാടും. അതൊക്കെയല്ല ഇത് ഫാൻ. അമ്മച്ചി സൈഡി പതുക്കെ നോക്കി അമ്മച്ചി. കയറി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഈ സാധനം ഇനി 20 സെക്കൻഡ് കഴിഞ്ഞ്. അപ്പോൾ റാംസ് ഗെയിംസിൻ്റെ അറിയിപ്പ്. പക്ഷെ എന്തരായിരുന്നു ഞാൻ പറയാൻ വന്ന ഇപ്പം? എൻ്റെ പേരെന്തരായിരുന്നു? അപ്പോൾ റാംസ് ഗെയിംസിൻ്റെ അറിയിപ്പ്. കൂത്താടി വലിയൊരു സ്കാമറും വലിയൊരു ഹാക്കറുമാണ്. കൂത്താടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ ബ്രെയിനിലോട്ട് തിരിച്ചു തന്നു കേട്ടാ. ആ 6 ആവും പ്രത്യേകിച്ച് തരണം. അതിനെക്കാട്ടി പ്രത്യേകിച്ച് സെലസ്റ്റിയൽ പെഗാസസ് ആയിരുന്നു കേട്ടാ. അത് 218 മില്യൻ്റെ ആണ്. ഭയങ്കര റെയറാണ്.
എനിക്കത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കേ അറിയാവൂ. എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായി അത് കിട്ടിയപ്പോൾ. അത് പോയപ്പോൾ കുറേ കഴിഞ്ഞു. കേട്ടല്ലോ, എല്ലാവരും അറിയിപ്പ് കേട്ടല്ലോ. പ്രത്യേകിച്ച് ഓജിക്കുള്ളവർ അവൻ്റെ കൂടെ കളിക്കുകയും ചെയ്യരുത്. ഓജിക്കുള്ളവർ ആരേലും ഓജി ഇല്ലായിരിക്കും, കാരണം ഓജിക്ക് അത്ര റയറാണ്. എന്നാലും ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ പ്രത്യേകിച്ച് അവൻ്റെ കൂടെ കളിക്കല്ലേ. ഓക്കെ ഓക്കെ, അടുത്ത ട്രേഡ് റിക്വസ്റ്റ്. പറയൂ പറയൂ പറയൂ, പറ ട്രേഡ് എന്തിനാണ്? എടാ ഈ ഇതൊക്കെ എൻ്റെതല്ലേ? എടാ ഞാൻ അവന് കൊടുത്ത സാധനം ഇവ എന്തായാലും എനിക്ക് തിരിച്ചു തരണോ? 6-7 ഞാൻ കൊടുത്തല്ല ഇതുവരെ. എടാ 33 മില്യൺ, ഇത് നല്ലതാണ്. 33 മില്യൺ ഇത് നല്ലതല്ലേ ഗൈസ്? അത് 3, 7 അങ്ങനെയൊക്കെ കുട്ടിയാ. ഇവൻ മണ്ടൻ തന്നെ കേട്ടാ. കൺഫേം ചെയ്തിരുന്നായിരുന്നു, പക്ഷെ ഇവൻ കൺഫേം ചെയ്യൂല. കൺഫേം ചെയ്തടാ, കൊള്ളാം കേട്ടാ. പക്ഷേ ഞാൻ വാല്യൂ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയണം. ഇതാണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫയർ അടിച്ചുകൊണ്ടാണ് ഇതിന് 33 മില്യൺ ആയത്. ഇത് നോർമൽ എഡിഷൻ 5.5 മില്യൺ ആണ്. 6-7 നോർമൽ എഡിഷൻ 7.5 മില്യൺ ആണ്. ഇത് വേണ്ട, വെറും 5.5 മില്യൺ. 6-7 നോർമൽ എഡിഷൻ 7.5 മില്യൺ. ഇത് 7 മില്യൺ. ഇത് രണ്ടിനും ശരിക്കും അതൊരു ഇതാണ്. സൂപ്പർ ട്രേഡ് ആയിരുന്നു അത് കേട്ടാ. ഇതിപ്പോ അയ്യോ ഇതൊക്കെ എന്തിരി വന്നു. രണ്ട് സ്പഗേറ്റിയാണ് ഇരിക്കണം. ഈ സ്പഗേറ്റി പറയും ഇത് സ്കിബിഡി ആയിരുന്നെങ്കിലേ സെറ്റായിരുന്നു. 75 മില്യൺ. ഓക്കെ, അടുത്ത ട്രേഡ്. യെസ് പറയൂ. ലോസ് ബുണീറ്റോടാ. ഇതിന് പറ്റിയ സാധനം എൻ്റെ ഇല്ലടാ. സ്ട്രോബെറി ലീറ്റ ലോസ് ബുണീറ്റോ. സ്ട്രോബെറി ലീറ്റ ലോസ് ബുണീറ്റോ. ബുണീറ്റോ ലോസ് ബുണീറ്റോ. സാധനമൊക്കെ കാണുകയും പോലെ എനിക്ക് വേണ്ട. ബ്രെയിൻ റോട്ട് മറ്റേ ലക്കി ബ്ലോക്സ് പോണായി കാണും. ഒരു 6-7 തരണേടേ. 6-7 തരണേ കേട്ടാ. ടാപ്പ് ചെയ്ത് വാങ്ങിക്കാം. എന്നാൽ കുറച്ചും കൂടി ലക്ക് കിട്ടുമെന്നാണ് പറയണത്. ഇങ്ങനെ ഈ യൂട്യൂബിൽ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സമ്മീനും ഫുഡ്സീനൊക്കെ കിട്ടും. അമ്മ അത് നോക്കിയിരിക്കാനില്ലാണ്ട് എനിക്കൊന്നും കിട്ടൂല. സമ്മീന് ഫുഡ്സീന് 70 മില്യൺ അല്ലേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ലക്കി ബ്ലോക്ക് ടാപ്പ് ചെയ്ത് പിന്നെയും ടാപ്പ് ചെയ്ത് കുറേ ടാപ്പ് ചെയ്യാം. ഓക്കെ, ടാപ്പ് ചെയ്ത് അടുത്ത ടാപ്പ് ചെയ്ത് തുറന്ന. ഓക്കെ, എന്തൊരു കിട്ടും. ഓക്കെ, നമുക്ക് ഈ ട്രേഡ് എടുത്ത് നോക്കാം എന്തിനാണ് നമുക്ക് കിട്ടിയത്. ഷേടാ, നമുക്ക് ഇതാണ് ഗൈസ് കിട്ടിയത്, ഈ സാധനം. യെസ്, 6-7 ഇപ്പുറത്തിരുന്ന 6-7 തന്നെയല്ലേ ഡേ കിട്ടേണ്ട. അല്ലേ ദാറ്റ് ഈസ് മൈ ബ്രെയിൻ റോട്ട്. ഓക്കെ, ദിസ് ഈസ് മൈ ബ്രെയിൻ റോട്ട്. ഇതും എൻ്റെ ബ്രെയിൻ റോട്ടാണ്. എൻ്റെ സ്പഗേറ്റിക്ക് ഞാൻ തന്നതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നല്ല സാധനമൊന്നും ഇല്ല, ചുമ്മാ. എടാ ഈ സാധനം റയറാണ്. ഈ സാധനം ഞാൻ അങ്ങനെ കാണാനില്ല കേട്ടോ. പഫ് ബോൾ ഇൻഡെക്സ്. പഫ് ബോൾ അത്ര റയറൊന്നും അല്ല. എന്നാലും പഫ് ബോൾ അത്ര റയറൊന്നും അല്ലല്ല. പക്ഷെ ഇത് ലെജൻഡറി ആയിട്ടിനെ ഇതുവരെയായിട്ട് പഫ് ബോൾ കണ്ടിട്ടില്ല കേട്ടാ. ഈ പഫ് ബോള് എപ്പിക്കിൽ എന്തൊരു ഈ സാധനം എപ്പിക്കിലുള്ളതാണ് കേട്ടാ. എടാ പഫ് ബോളൊക്കെ
ഇവിടെ എത്തിക്കണേ. ഓക്കെ, സാധനം ആഡ് മോർ. ദാറ്റ് ഈസ് മൈ ബ്രെയിൻ ഡോട്ട്. ആഡ് 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 ആഡ്. കൺഫേം റീഡാ? എന്തൊരു കൺഫേം റീഡ്? കൺഫേം റീഡ്? കൺഫേം മീ? ആ കൊള്ളാലോ, കൊള്ളാം കൊള്ളാം. കൺഫേം റൈറ്റ്. ഇത് നമുക്ക് കിട്ടിയിട്ടൊന്ന് വിറ്റ് കളയാം. കളയാൻ വേണ്ട, ഇരിക്കട്ടെ. 35,000 സാധനം വരെ വെച്ചോണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇത് അഡ്മിൻ ബ്രെയിൻ ഡോട്ടാണ്, ഇത് വേസ്റ്റ് ബ്രെയിൻ ഡോട്ടാണ്. അവൻ ആവശ്യമില്ലാട്ടൊന്നുണ്ടായിട്ട് എനിക്ക് തരണം. വല്ല ചെറിയ ആൾക്കാർക്ക് വന്ന് അത് കൊടുക്കാം. ഇത് 3 വേണ്ടതാണ്. മര്യാദ തിരിച്ചാടാ എൻ്റെ ബ്രെയിൻ ഡോട്ട്. ഇവ ഏത് സ്ഥലത്തുള്ള? എന്തായാലും മറ്റേ കൂത്താടി. അവൻ മലയാളിയാണ് കേട്ടോ. അവൻ്റെ ആ പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഹായ് ഐ ആം മലയാളി. അവൻ എവിടെ? ഇവൻ ഇതേത് രാജ്യം? ഫ്ലാഗ് എന്തൊരു? ഇത് പലസ്തീനാണോ? ഇവൻ പലസ്തീനാണോ? പലസ്തീനാണോ? പച്ചയും ചുവപ്പും വെള്ളയും കറുപ്പും. പലസ്തീനാണെന്ന് തോന്നുന്നു. യുദ്ധം പലസ്തീനാണ് കേട്ടോ അവൻ. ബട്ട് യു ആർ ട്രാഷ്. നീ കൊള്ളൂര. നിന്നെ വിൽക്കാനുള്ളതാണ്. നിന്നെ പെട്ടെന്ന് ബേസിലോട്ട് കയറി വാ. ഇത് എത്ര സമയമാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? എത്ര സമയമായി? എത്ര സമയമാണ് ജിറാഫ് സെലസ്റ്റിയൽ നീ കയറാൻ? ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ കയറി കാണും. ഇവിടെ ഒന്നും കാണാനില്ല, അപ്പോൾ കയറി കാണും കേട്ടാ. ഇല്ല, കയറിയില്ല. മേളിയല്ല കയറിയ? മേളിൽ കയറാൻ ചാൻസ് ഇല്ലില്ല. മേളിലും കയറിയില്ല. താഴെ വല്ല സ്ഥലം ഒഴിഞ്ഞടപ്പുണ്ടാ? അതാണ്ടേ കിടക്കണ്. ഇവിടെ കയറി. ഞാൻ ഇത് വിറ്റില്ലല്ലേ പറയുമ്പോല. വിറ്റ് പൈസ കളത്തിങ്ങാണ്. ഒരു സ്കെബിഡി സ്പോൺ ആയി തരോ സാമി? ഒരു സ്കെബിഡി. നമുക്ക് സ്പിന്നുണ്ടേ. എന്തൊരു കിട്ടും? നമ്മൾ ക്യാഷാണ് കിട്ടണം 350,000. അതാണ്ടേ നമ്മളിത് കറക്കുമ്പോൾ ഇവിടെ +3050K കാണിക്കും. ഇവിടെ പ്ലസ് മണിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം നിങ്ങൾക്ക് അതാണ് കിട്ടിയത്. 1.5 മില്യൺ കാണിക്കും. 1.5 മില്യൺ ഇവിടെ നിങ്ങൾ സ്പിൻ ചെയ്യുമ്പോൾ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം 1.5 മില്യൺ കിട്ടണേന്ന്. എല്ലാം നിങ്ങൾ വീട് സ്പിൻ ചെയ്ത് നേരെ ബേസിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ അവർ സ്റ്റിക്കർ ലക്കി ബ്ലോക്ക് ഇവിടെ വരും. അപ്പോൾ എനിക്ക് ഉറപ്പാക്കാം സ്റ്റിക്കർ ലക്കി ബ്ലോക്ക് എനിക്ക് കിട്ടി. അതിൽ നിന്ന് സെലസ്റ്റിയൽ പെഗാസസ് കിട്ടിയാൽ അതൊരിക്കലും തെമ്മാടി എന്ന് പറയണം. തെമ്മാടിയല്ലോ, കൂത്താടി എന്ന് പറയണ അവർ കൊടുക്കല്ലേ. ഓക്കെ, പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം കണ്ട ഇവിടെ ഇങ്ങനെ ഒച്ച പോകണം. ഈ സാധനം അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടാ. ഈ ബലൂൺ വെച്ച് ഒരു ഉപകാരവും ഇല്ല. കണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാടി നിന്താ. ഈ ബലൂൺ ചാടിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ പോഡ് ഹോട്ട്സ്പോട്ടിൻ്റെ അത്രയും ഞാൻ ഇപ്പോൾ ചാടി. ഓക്കെ, ബലൂൺ വെച്ച് പോഡ് ഹോട്ട്സ്പോട്ടിൻ്റെ വായ വരെ ചാടി. പക്ഷെ ഇതാണെങ്കിൽ പോഡ് ഹോട്ട്സ്പോട്ടിനേക്കാൾ ചാടിതാ കണ്ട. അവൻ്റെ 600 മില്യൺ കൊടുത്ത് വാങ്ങേണ്ട ആ ഭാഗം വരെ ഞാൻ ചാടി. പക്ഷെ ഇതാണെങ്കിൽ ഞാൻ കുറച്ച് മേളിലോട്ടാകും. മേളിൽ കയറാം. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചാടാൻ നോക്കാം. നമ്മൾ ചാടി കയറി ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചുമ്മാ പറഞ്ഞതാണ്. അവിടെ നിന്ന് കട്ടാക്കിയിട്ട് ഇങ്ങോട്ട് ചാടി വന്നതാണ്. എടാ
നമ്മൾ ഇവിടം വരെ എത്തി. യാഹൂയ് യാഹൂയ് യാഹൂയ്. യോ നമ്മൾ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. യാഹൂയ് യാഹൂയ്. അയ്യോ താഴെ. ഓക്കേ, ഇതാരെയാ ഈ ബേസ്? ഇതെന്റെതാ അമ്മ. ഏടാ ലോക്കാവണില്ല, ബേസ് ലോക്കാവണില്ല. പെട്ടെന്ന് തോന്നുന്നു ലോക്കെ. 2 സ്പഗേറ്റി കിട്ടിയ. സൂപ്പർ. 2 സ്പഗേറ്റീസ്. സ്പഗേറ്റി ഇതിന് ഓക്കെ അല്ലേ? അമ്മച്ചി കയറാൻ. എടാ നമുക്ക് അതിൻ്റെ മേളിൽ പോയിട്ട് കയറാൻ പറ്റുമോ? എന്തായാലും മേളിൽ പോയിട്ട് കയറാൻ പറ്റുമോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചാടിക്കയറാനും പറ്റണില്ല. ഓക്കെ, ഇന്ന മണ്ടരോട്ട് ചാടിക്കേർ. താഴെ പോവില്ലേ? ചാടിക്കേറ്. ഇനി ചാടിക്കോ. നമ്മളിവിടെ വരെ എത്തി. ഫൈനലി അങ്ങനെ ഞാൻ ഇതിന്റെ മേലെ എത്തി ഗൈസ്. നമുക്ക് താഴോട്ട് ഇറങ്ങാം. അതിപ്പോ അവിടെ എന്തെങ്കിലും നടന്ന? ഇതിപ്പോ എന്താണ് ഇവിടെ നടന്നത് ഗൈസ്? ഇതിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ അതിൻ്റെ മണ്ടയിൽ കയറി ഇങ്ങോട്ട് ചാടി. ഇവിടെ നിന്ന് നേരെ എൻ്റെ ബേസിൻ്റെ മണ്ടയായിട്ട് അത് പൊട്ടായി. പിന്നെ ഇത് ചാടി. പിന്നെ താട്ട് ചാടാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ റീസ്പോൺ അടിച്ച് ഇവിടെ എത്തി. എന്തൊരു ഗ്ലിച്ചാണ് സാമി. അത് വല്ലാത്ത ഗ്ലിച്ചായി പോകട്ടോ. നമുക്ക് ഈ സാധനം വാങ്ങാം. കൂട്ടായിട്ടുണ്ട്. കൂട്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വാങ്ങുന്നത്. പക്ഷെ അത് ട്രാഷാണ്. വിറ്റളയാം. ഇനി നമ്മൾ ആ സാധനം സ്പോൺ ആവണത് ഇവിടെ ആയിരിക്കും. നിങ്ങൾ നോക്കിയോ, ഇവിടെ ആയിരിക്കും ആ സാധനം കിട്ടണത്. ഇവിടെയല്ല, ഇവിടെ ആയിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അത് ഇരിക്കുന്നുണ്ടോ? സെറ്റ്. എന്താ ക്യൂട്ടല്ലേ. എനിക്കിങ്ങനെ കാണാൻ വയ്യ, കണ്ടോണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ട് ബാക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിറ്റോളാം. കൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തേനീച്ച കൂടെ എനിക്ക് കിട്ടിയേട്ടാ. തേനീച്ച കൂടെ എൻ്റെ ബേസിന് മണ്ട വയ്ക്കാം. തേനീച്ച കൂടെ വന്നാൽ തേനീച്ച നമ്മൾ കടിക്കും ഗൈസ്. ഇപ്പൊ പോയി. അയ്യോ എടാ, ഇത് മേലെ കയറാനില്ലടാ ഈ സാധനം. അല്ലെങ്കിൽ നമുക്ക് ഈ ബേസിൻ്റെ മണ്ടയിൽ വെക്കാം. ഇവിടെ വെക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ കയറാം ഗൈസ്. നമ്മളെ ബേസിൻ്റെ മേലെ ഒരു തേൻകൂടുണ്ട്. ഓടിപ്പോയിക്കോ. നമ്മളെ ബേസിൻ്റെ മേലെ ഒരു തേൻകൂടുണ്ട്. നമുക്കിനി ഇത് പൊട്ടിക്കണം. തേൻകൂട് പൊട്ടി. ഓടിക്കോ. ഇനി എല്ലാ തേനും വരും. തേനീച്ചയും വരും. സൂപ്പറല്ലേ എൻ്റെ ഈ ഒരു ബ്രെയിൻ ഡോട്ട്. ഇതും പിന്നെ ഇതും സൂപ്പറല്ലേ. പിന്നെ ഇതും. നമ്മളെ വീട് ജസ്റ്റ് ഒന്ന് ഓഫായി പോയേ. നമുക്ക് 2 സ്പഗേറ്റി ടോയ്ലറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കാം. ഈ സാധനം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ സാധനം കണ്ടി ഞാൻ ഓരോരോ ഇതിലിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഈ ലാപ്ടോപ്പിൽ കളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ സ്റ്റീരിയോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ പോണതേ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഫോണിലും ആക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത് ചില സമയത്ത് മാത്രമേ ഈ ഒരു സാധനം വരുള്ളൂ. നോക്കിയോ നിങ്ങൾ ഈ സാധനം. നോക്കിക്കോണേ. ഞാൻ ചെയ്യണപ്പോൾ നോക്കിക്കോണേ. ഈ സാധനം എടുത്തോണ്ട് ഇങ്ങനെ നേരെ പോയി എൻ്റെ നോക്കിയോ. ദാ ഇങ്ങനെ ബേസ് കൊണ്ടിട്ട്. പക്ഷേ ബൈ ദ ബൈ ഇതല്ല നമ്മളെ ബേസ്. ഞാൻ
ഗൈസ്. അപ്പം ഞാനൊരു സ്പഗേറ്റി ടോയ്ലറ്റാണ്, കണ്ടില്ലേ? ഞാനൊരു ബേസിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ന്യൂബിൻ്റെ ബേസാണ്. എക്സിറ്റ് ബേസ്, ആരും ഇല്ലാത്ത ബേസിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. എടാ ഫോർക്കുണ്ടടാ, ഫോർക്ക് ഇതാ കണ്ട, സ്പഗേറ്റിയിലകത്ത് ഫോർക്കുണ്ട് കേട്ടോ. ഇതിങ്ങനെ കോരി തിന്നാനേ ഫോർക്കുണ്ട്, സ്പൂണ്. നമ്മൾ കഴിക്കണ്ടേ നൂഡിൽസ്, അതിന് ഫോർക്ക് ഏതാണ്ട് ഇവിടെ വള്ളി ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ട്. രണ്ടിനുണ്ട് സ്പൈറ്റ് വെച്ച്, രണ്ടും ഒന്നല്ലേ, അതും ഗോൾഡൻ അടിച്ച രണ്ടും. ഇതാ സ്പൂണ് ഉണ്ടോ, ഇതാ ഇതിലുണ്ട് സ്പൂൺ. നമുക്ക് ഈ ഒരു സാധനം എടുത്തേ ഇങ്ങോട്ടേക്ക് വെക്കാം. ഈ ഒരു സാധനം എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം, കാരണം ഇത് ഗോൾഡാണ്, വേറെ വല്ല ഗോൾഡ്. അപ്പോൾ എടാ ഈ തോത്തുകൊണ്ട് എനിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റി. നീ ഒന്നും ഇപ്പോൾ പോണമേ. ഇനി വേറെ വല്ല ഗോൾഡ് നോക്കട്ടെ ഞാൻ. വേറൊരു ഡിവൈൻ ഉണ്ട്, വേറൊരു രണ്ട് ഗോൾഡ് ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഈ ഗോൾഡ് എടുത്ത് വെക്കാം. ഈ ഗോൾഡ് വയ്ക്കാൻ കൂടെ തന്നെ വേറെ സ്ഥലമുള്ളൂ, അതിനും കൂടെ ഉള്ളൂ. അപ്പം അടുത്ത ഗോൾഡ് എന്ത് ചെയ്യും? ഇത് വേണ്ട, ഗോൾഡ് കളക്ഷൻ, എൻ്റെ സ്വർണ്ണ കളക്ഷൻ. ഇതാ ഗോൾഡ് സ്പൈറ്റി ടോയ്ലറ്റ്, ഗോൾഡ് സ്പൈറ്റി ടോയ്ലറ്റ്, ഗോൾഡ് ഗ്രേപ്പൂസ് മെഡൂസി, ഗോൾഡ് തോത്തോ സൗർ, ഗോൾഡ് DJ ഹാമിന, അങ്ങനത്തെ എന്തൊരു സാധനം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ബ്രെയിൻ ഡോട്ട്സ്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടില്ലേ?